കുറെ ആശുപത്രിയിൽ പോയി. വേദന ഉണ്ടായിരുന്നു, പക്ഷെ മോളയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വേദന കുറഞ്ഞായിരുന്നു. അവിടെ ചികിത്സ നടത്തി, പക്ഷേ വീണ്ടും മുഴ വന്നു. അപ്പോഴാണ് യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ മരുന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആയിരുന്നെന്നും അതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്നും. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് വിഷ്ണു. പേഷ്യന്റ് പേര്? അളകു. ഓക്കെ. വയസ്സ് എത്രയാ? ഒരു 46. ഓക്കെ. എന്താ പറ്റിയത്? ക്യാൻസർ. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? കർണൂരിൽ നിന്ന്. ഓക്കെ. ഇത് തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ അമ്മയോട് എന്ത് ക്യാൻസർ ആയിരുന്നെന്നാണ് പറഞ്ഞത്? ഗർഭപാത്രത്തിൽ. ഓക്കെ. ഗർഭപാത്രത്തിലാണെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ലായിരുന്നു. കുറെ ആശുപത്രിയിൽ പോയി. വേദന ഉണ്ടായിരുന്നു, പക്ഷെ മോളയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കണം എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഗർഭപാത്രത്തിൽ മുഴയുണ്ടെന്നൊക്കെ. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റും പിന്നെ കീമോ എല്ലാം ചെയ്യാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. 1 മാസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് പോയി. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ വീണ്ടും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വേദന വന്നു തുടങ്ങി. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും മുഴ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോഴവർ മരുന്നൊക്കെ തന്നു, വീണ്ടും കീമോ ചെയ്തു തുടങ്ങി. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല മാഡം. ആ സമയത്ത് കുറച്ച് കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടി വന്നു. മരുന്ന് കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടുന്നൊക്കെ. അപ്പോഴാണ് യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ഇവിടെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ മരുന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓക്കെ. നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത ട്രീറ്റ്മെന്റ് കൊണ്ട് അമ്മയ്ക്ക് ഇതുവരെ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ലേ? എന്താ തോന്നുന്നത്? ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല മാഡം. വളരെ വീക്കായി കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. ഇവിടെ എന്ത് വിശ്വാസത്തിലാ വന്നത്? ആയുർവേദ മരുന്നാണല്ലോ ഇവിടെ തരുന്നത്. ഞങ്ങൾക്ക് അവിടെ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിൽ പിന്നെ കാര്യമുണ്ടായി. ഓക്കെ സർ. ഇപ്പൊ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണല്ലോ നിങ്ങൾ വന്നത്. വിശ്വാസത്തോടെ മരുന്ന് കഴിച്ചോളൂ. മരുന്ന് കഴിച്ച് ഭേദമായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ സർ.